മുഖത്ത് വെറും 2 ദിവസം കൊണ്ട് ഒരു അടിപൊളി റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ് കേട്ടോ. എല്ലാവരുടെ അടുക്കളയിലുള്ള ഈ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നല്ല ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയായിരിക്കും. വെറും 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഖത്തേക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ ചെയ്യാനാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ റിസൾട്ടും ഈ വീഡിയോയിൽ കൂടെ കണ്ട് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്തരം സ്കിൻ കെയർ വീഡിയോസ് എല്ലാം കാണാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുട്ടിൻ്റെ അരിപ്പൊടിയൊന്നും എടുക്കരുത്, പച്ചരിപ്പൊടി എടുക്കുക. അത് വറക്കാത്ത പച്ചരിപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി എന്ന് പറയുന്നത് ഭയങ്കര സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ചെറിയ പൈസക്ക് അതെല്ലാം അങ്ങാടിപ്പടിയിലും കിട്ടും, അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ, ആയുർവേദിക് ഷോപ്പിലെല്ലാം കിട്ടും. അത് നിങ്ങൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫേസ് നല്ല, അതായത് ഓയിലി സ്കിന്നുള്ളവരെ ഓയിൽ കൺട്രോൾ ചെയ്യാനെല്ലാം സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് മുൾത്താണി മിട്ടി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും 1 ടേബിൾ സ്പൂണോളം തൈരുമാണ്. നിങ്ങളുടെ അടുത്ത് തേനുണ്ട് എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം തേനും കൂടി നിങ്ങൾ ആഡ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ടാണ്. തേന് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനെല്ലാം സഹായിക്കും. അപ്പോൾ തേനുള്ളവർ തേൻ ആഡ് ചെയ്യുക. തേനൊന്നും അധിക പേരെടുത്തും ഉണ്ടാവില്ല, പിന്നെ അത് കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ്. അപ്പോൾ തേന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഉള്ളവർ അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് അധികം കട്ടിയിലും അധികം ലൂസിലും അല്ലാത്ത പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങളുടെ ഫേസ് കഴുകി വൃത്തിയാക്കി നിങ്ങൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് കൈകളിലുള്ള ടാന് മാറാനും, അതായത് ഈ ബൈക്കെല്ലാം ഓടിക്കുന്നവരാണെങ്കിൽ അവർ കൈയെല്ലാം ടാൻ അടിച്ചിട്ട് നല്ല കളറ് മാറിയിട്ടുണ്ടാവും. അവർക്കെല്ലാം ഇത് നല്ലതാണ്. ആ ഒരു ടാന് മാറാനെല്ലാം മുഖത്തെ കറുത്ത പാടും കരുവാളിപ്പും മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണിത്. അപ്പോൾ ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ നിങ്ങളിത് ഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വെറുതെ വാരി തേച്ച് ഇതാക്കാൻ പാടില്ല. 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം 25 മിനിറ്റ് നിങ്ങൾ ഫേസിലേക്ക് വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ആ കഴുകുന്ന സമയത്ത് നിങ്ങൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം കഴുകിക്കളയാൻ. ആ കഴുകുമ്പം തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് മുഖത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്ലോ 24 ഹവേഴ്സ് മാത്രമേ നിലനിൽക്കൂ. നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോ പെർമനൻ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണിത്. അപ്പോൾ ഡെയിലി ചെയ്യുന്നവർക്ക് ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എടുക്കുന്ന അരിപ്പൊടിയിൽ ഒട്ടും തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. കാരണം അതൊരു സ്ക്രബായിട്ട് നമ്മുടെ ഫേസിലേക്ക് ആക്ട് ചെയ്യാൻ പാടില്ല. ഡെയിലി സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് നല്ലതല്ല. അപ്പോൾ എടുക്കുന്ന അരിപ്പൊടി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. അതൊരിക്കലും ഒരു സ്ക്രബിങ് എഫക്റ്റ് മുഖത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് കണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.